ചാലക്കുടി സർവീസ് റോഡിലെ അനധികൃത പാർക്കിംഗ് അപകടക്കെണിയാകുന്നു. മിനി സിവിൽ സ്റ്റേഷൻ മുന്നിലെ സർവീസ് റോഡിലാണ് ടാങ്കർ ലോറികൾ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്നത്. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂരിലെ CI ജംഗ്ഷനിൽ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എലത്തുരുത്തിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പത്തു വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന് രമേശ് ചെന്നിത്തല. തൃശൂരിൽ ലഹരിക്കെതിരെയുള്ള കൂട്ടനടത്തത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി സർവീസ് റോഡിലെ അനധികൃത പാർക്കിംഗ് അപകടക്കെണിയാകുന്നു. മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ സർവീസ് റോഡിലാണ് ടാങ്കർ ലോറികൾ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതേ തുടർന്ന് ഈ റോഡിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. റോഡിന്റെ പകുതിയിലധികം ഭാഗം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ കിടക്കുന്നതിനാൽ മറ്റു വാഹനങ്ങൾക്ക് മതിയായ സ്ഥലം ലഭിക്കുന്നില്ല. തിരക്കേറിയ അടിപ്പാതയിൽ നിന്നും വാഹനങ്ങൾ കൂടുതലായി വരുന്ന പകൽ സമയങ്ങളിലാണ് രൂക്ഷമായ ഗതാഗത തടസ്സം വരുന്നത്. സ്കൂൾ, കോളേജ് വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിന് തൊട്ടുമുന്നിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ മോട്ടോർ വാഹന വകുപ്പും തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂരിലെ CI ജംഗ്ഷനിൽ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊടുങ്ങല്ലൂരിലെ എലത്തുരുത്തിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണം പൂർത്തിയാകാറായപ്പോൾ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വേണമെന്ന് പറയുന്നത് അപ്രായോഗികമാണെന്നും നിർമ്മാണം തുടങ്ങും മുൻപേ DPR തയ്യാറാക്കിയപ്പോൾ നഗരസഭയും ജനങ്ങളും ആവശ്യപ്പെടാത്തതുകൊണ്ടാണ് അടിപ്പാത ലഭിക്കാത്തതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അടിപ്പാത ഇനി നടക്കില്ല. ഇനി അത് പറഞ്ഞുതരാം. കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉത്സവത്തിന് ആവശ്യമായ ഒരു അടിപ്പാത എന്ന് പറയുന്നത് അനിവാര്യതയാണ്. ഇത് DPR കൊടുത്ത് കേരള സർക്കാർ അത് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇത് കൊടുത്ത സമയത്ത് നിങ്ങളുടെ ആൾക്കാരൊക്കെ എവിടെ പോയി? എന്തുകൊണ്ട് അന്ന് ആവശ്യപ്പെട്ടില്ല? ഇപ്പൊ പണി തീർത്ത് ഏതാണ്ട് ഇത് തുടങ്ങാറാവുമ്പോൾ ഇനിയും കുത്തി തോണ്ടി ഇട്ടിട്ട് പിന്നെ ജനങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഓരോ സ്റ്റേയും വാങ്ങിച്ച് ഇത് നടക്കില്ല. ഇനി DPR കൺഫേം ചെയ്തു. ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല. സംവിധാനം പരിശോധിക്കണം. ഓരോ സംസ്ഥാനത്തിലൂടെയും പോകുന്ന ഈ ധമനിക്ക് ക്ലിയറൻസ് ഉണ്ടോ? സ്ഥലമെടുത്ത് തരണമെന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്ത് തന്നിട്ടില്ല. അതൊക്കെ നിതിൻ ഗഡ്കരി തന്നെയാണ് ചെയ്യുന്നത്. അതിനുള്ള ഫണ്ടും കണ്ടെത്തുന്നത്. എന്തിന്? റോഡ് നിർമ്മാണത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ GST ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞിട്ട് 2 വർഷം കിടഞ്ഞ് വാതാടിയിട്ട് കഴിഞ്ഞ വർഷമാണ് അതുപോലും അനുവദിച്ചു കൊടുത്തത്. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ ഈ DPR കൊടുത്തപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് പറയണമായിരുന്നു ഇവിടെ അടിപ്പാത വേണം. അപ്പോൾ മറ്റു ചില അടിപ്പാതകളൊക്കെ മാറും. കാരണം ഇന്റർനാഷണൽ റോഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ നിയമാവലിയും കൂടി മര്യാദ കൊടുത്തുകൊണ്ടാണ് ഈ റോഡുകൾ മുഴുവൻ നിർമ്മിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകിയിട്ടില്ല. കേന്ദ്രമാണ് പണം നൽകിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദവേദിയിൽ DCC അംഗം കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന. തൃശൂർ DCC മെമ്പറും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ CG ചെന്താമരാക്ഷനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംഗമത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുകയും സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെന്താമരാക്ഷൻ പ്രസിഡന്റായുള്ള ശ്രീവിദ്യ പ്രകാശിനി സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു പരിപാടി. സഭാ പ്രസിഡന്റ് എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് CG ചെന്താമരാക്ഷന്റെ വിശദീകരണം. എന്നാൽ നഗരസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കെ പാർട്ടിയുടെ തല മുതിർന്ന നേതാവ് BJPയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. 10 വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന് രമേശ് ചെന്നിത്തല. പോലീസ് പാർട്ടിക്കാരുടെ ഏറാമൂലികളായി മാറി. മുൻപ് മികച്ച സേനയായിരുന്നു. പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രൗഡ് കേരളയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള കൂട്ടുനടത്തത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല.
കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പോലീസിന് തന്നെ മാതൃകയായിരുന്നു കേരള പോലീസ്. പക്ഷെ 10 വർഷം കൊണ്ട് പിണറായി ഗവൺമെൻറ് നേതൃത്വത്തിൽ ഈ പോലീസ് സംവിധാനത്തെ മുഴുവൻ തകർത്തിരിക്കുകയാണ്. പോലീസ് പാർട്ടിക്കാരുടെ ഏറാൻ മൂളികളായി മാറുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ് പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയ നീതിയില്ല. നടന്ന പോലീസ് സ്റ്റേഷനിൽ പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത്. അതുകൊണ്ടാണ് സനീഷ് കുമാർ MLA-യും അതോടൊപ്പം തന്നെ അഷ്റഫ് MLA-യും രണ്ടുപേർ നിയമസഭയുടെ കവാടത്തിൽ ഇപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. കുന്നംകുളത്ത് നടന്ന ദാരുണമായ സംഭവത്തിൽ അതിൽ പ്രതികളെ സുജിത്തിനെ ഭീകരമായി മർദ്ദിച്ച പ്രതികളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇന്നലെ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. കേരള പോലീസ് ഇന്ന് ഏറ്റവും ദുർബലമായ നിലയിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയുകയാണ് ഏറ്റവും ആവശ്യം. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാൻ കഴിയാത്ത ഈ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ ആവശ്യമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2025 ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം മൂർത്തിയടത്ത് മന സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രനട തുറന്നപ്പോഴായിരുന്നു നറുക്കെടുപ്പ്. രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി നറുക്കെടുത്തു. വുമൻസ് ഫിഡെ മാസ്റ്റർ പട്ടത്തിന് പിന്നാലെ വുമൺ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി നേടി കൊടുങ്ങല്ലൂർ സ്വദേശിയായ കല്യാണി ഇറ്റലിയിൽ നടന്ന അന്താരാഷ്ട്ര ടൂർണമെന്റിൽ 3ാമത്തെ യോഗ്യതയും കടന്നാണ് വുമൻസ് ഇന്റർനാഷണൽ പദവിയിലേക്കുള്ള യോഗ്യത നേടിയത്. ഫിഡെയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ 4 മാസത്തിനകം കല്യാണി ഈ പദവിയിലെത്തുന്ന സംസ്ഥാനത്തെ 2ാമത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ ആളാകും. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നായ്ക്കുളം വട്ടപ്പറമ്പിൽ സിരിൻ ധന്യ ദമ്പതിമാരുടെ മകളായ കല്യാണി അമ്മ ധന്യയോടൊപ്പം ചൊവ്വാഴ്ച രാവിലെയാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. കല്യാണിക്ക് ചെസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ഭാരവാഹികൾ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. സ്വീകരണം ഏറ്റുവാങ്ങിയ കല്യാണി ജന്മനാടായ കൊടുങ്ങല്ലൂരിൽ എത്തി. 2024 മധുരയിലും 2025 ഫ്രാൻസിലും നടന്ന മത്സരങ്ങളിലാണ് മാനദണ്ഡപ്രകാരമുള്ള 1ഉം 2ഉം യോഗ്യത കരസ്ഥമാക്കിയത്. 2024 വുമൺസ് ഫിഡെ മാസ്റ്റർ പട്ടം കരസ്ഥമാക്കിയ കല്യാണി ശ്രീലങ്കയിൽ നടന്ന കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 20 ഗേൾസ് സ്റ്റാൻഡേർഡ്, ബ്ലിറ്റ്സ്, വുമൺ റാപ്പിഡ് എന്നീ ഇനങ്ങളിൽ സ്വർണം നേടിയിരുന്നു. അണ്ടർ 14 പെൺകുട്ടികളുടെ ലോക റാങ്കിങ്ങിൽ 4ാമതും ഇന്ത്യക്കാരിൽ 2ാം സ്ഥാനക്കാരിയുമായിരുന്നു. 2022 ഒഡീഷയിൽ നടന്ന KIIT അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവലിലെ ബെസ്റ്റ് വുമൺ, 2022-2023 വർഷങ്ങളിൽ സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ ജേതാവ് തുടങ്ങിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ശ്രീലങ്ക, ദുബായ്, ഉസ്ബെക്കിസ്ഥാൻ, ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. CPI നേതാവും ദീർഘകാലം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാനുമായിരുന്ന VK ഗോപിയുടെ കൊച്ചുമകളാണ് കല്യാണി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. അന്നമനട മുതൽ ജയന്തി ജംഗ്ഷൻ വരെ റോഡ് ടാറിംഗ് നടത്താത്തതിൽ പ്രതിഷേധിച്ച് പാലശ്ശേരിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി. DCC എക്സിക്യൂട്ടീവ് മെമ്പർ PD ജോസ് ഉദ്ഘാടനം ചെയ്തു. റോഡിന് വലിയ പരിക്കുകളില്ലാതെ വന്നെങ്കിൽ പോലും അതിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നുള്ള നിലയിൽ റോഡ് വളരെ മോശമായ ഘട്ടത്തിൽ ആദ്യ റീച്ചിന്റെ ആദ്യഘട്ടത്തിന്റെ പണി നടക്കുമ്പോൾ തന്നെ കുറേയേറെ പണികൾ ചെയ്തു വെച്ചു. പിന്നെ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവിടുത്തെ വ്യാപാരികളും അതോടൊപ്പം തന്നെ അന്നമനയിൽ വന്നു ചേരുന്ന ആളുകളുടെയും യാത്രാ ദുരിതം കണക്കിലെടുത്തുകൊണ്ട് പലവട്ടം പഞ്ചായത്ത് അധികൃതരുടെയും PWD അധികൃതരെയും ബന്ധപ്പെട്ടവരെയൊക്കെ തന്നെ MLA ഉൾപ്പെടെ PWD വകുപ്പ് മന്ത്രി ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ ഉൾപ്പെടെയുള്ള ആളുകള് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് പരാതികൾ അയച്ചെങ്കിൽ പോലും ആ പരാതികളൊക്കെ ഇങ്ങനെ ആവിയായി പോകുന്ന രീതിയിൽ ഒരു നടപടി ഉണ്ടാകാത്ത ഘട്ടത്തിൽ ഒട്ടനവധി സമരങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് അതിന്റെ പണി ആരംഭിക്കാൻ തീരുമാനിച്ചത്. പ്രവീൺ പോൾ അധ്യക്ഷത വഹിച്ചു. PS മധു, TK രമേശൻ, PK തിലകൻ, KK രവി നമ്പൂതിരി, ഹക്കീം ഇക്ബാൽ, ധന്യ ദേവദാസ്, ലൈല ദിവാകരൻ, സുനിത സജീവൻ, സെബു ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു.
ഇന്ന് വിശ്വകർമ്മ ദിനം. അഷ്ടമിച്ചിറ വിശ്വകർമ്മ സമാജം വാർഷികവും വിശ്വകർമ്മ ജയന്തി ആഘോഷവും സംഘടിപ്പിച്ചു. സൗഹൃദ വടംവലി മത്സരത്തിന് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം മേജർ ജനറൽ ഡോക്ടർ വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാളത്തില് ഓഫീസറായിട്ട് ചേർന്നത് ഞാൻ 19 വയസ്സ് ചേർന്നാണ്. 39 കൊല്ലം സർവീസ് ചെയ്തു. മേജർ കഴിഞ്ഞ് 4 പടി കഴിഞ്ഞിട്ടാണ് മേജർ വരുന്നത്. അതായത് പോലീസ് ഉദാഹരണത്തിന് SP DGP എങ്ങനെയാണ് അതേപോലെയാണ് നമ്മുടെ ടൈം വ്യത്യാസം. ഞാൻ DGP റാങ്കിലാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായതല്ല, നമുക്ക് ഇതേപോലെ സാംസ്കാരിക ഉദ്ഘാടനം ചെയ്യാനുള്ളതല്ല നമ്മുടെ സർവീസ്. പക്ഷേ പട്ടാളത്തിന് ശേഷം കഴിഞ്ഞ 13 കൊല്ലമായിട്ട് ഞാൻ ഒരുപാട് സാംസ്കാരിക രംഗത്തും നമ്മുടെ നാട്ടിലെ സേവന രംഗത്ത് പ്രവർത്തിച്ചവരാണ്. എക്സർവിസ്മെൻ്റെ ബില്ലിൽ തന്നെ നമ്മുടെ പട്ടാളത്തിലൊരു എക്സർവിസ്മെനെ കണ്ടു. അവരുടെ വെൽഫെയർ നോക്കുന്നു. സേവാഭാരതിയിൽ കുറേ കാലം കൊടുങ്ങല്ലൂർ പ്രസിഡന്റായിരുന്നു. തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു 5 കൊല്ലം. അത് കഴിഞ്ഞ് പരീക്ഷാധികാരിയാണ്. എക്സർവിസ്മെൻ്റെ ഒരു സംസ്ഥാന പ്രസിഡന്റാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ പരിപാടികളൊക്കെ ഉണ്ട്. ഒരിക്കലും ഇതേപോലത്തെ പരിപാടികൾ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയാറില്ല. കാരണം നമ്മൾ മനുഷ്യന് സമൂഹജീവിയാണ്. സമൂഹജീവിയാവുന്ന പ്രത്യേകത നമ്മൾ ഒറ്റപ്പെട്ടാൽ ഒരിക്കലും ജീവിക്കുന്നത്. PV അയ്യപ്പൻദാസ് അധ്യക്ഷത വഹിച്ചു. വിശ്വകർമാവിന്റെ രഹസ്യം എന്ന വിഷയത്തിൽ ഹരീഷ് വി ബാബു പ്രഭാഷണം നടത്തി. KP മന്യ, KM പ്രശാന്ത്, വാർഡ് മെമ്പർ ഭിനിൽ, CG സന്തോഷ്, VB തിലകൻ എന്നിവർ സംസാരിച്ചു. രാവിലെ പതാക ഉയർത്തൽ, ശോഭയാത്ര, സമൂഹ സദ്യ എന്നിവ നടന്നു. പാലിശ്ശേരി വിശ്വകർമ്മ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷവും സാംസ്കാരിക സമ്മേളനവും നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമാവെന്ന് വിശ്വമെന്ന് പറഞ്ഞാൽ ലോകം, കർമാവെന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. ലോകത്തെ സൃഷ്ടിച്ചതാണ് വിശ്വകർമാവ്, സ്വയംഭൂവായ വിശ്വകർമാവ്. നമുക്കറിയാം, ഇന്ന് ഇവിടെ ശ്രീ ജയേന്ദ്രൻ ഈ സമൂഹത്തിനെ മാറ്റി നിർത്തപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്പലങ്ങൾ, ദേവാലയങ്ങളൊക്കെ പണിയുന്നതിന് വേണ്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചതാണ്. പൗരാണിക അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്നും വേദങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്നത്തെ അമ്പലങ്ങളെക്കാൾ, ഇന്നത്തെ ദേവാലയങ്ങളെക്കാളൊക്കെ വലിയ സൃഷ്ടി ദേവലോകം സൃഷ്ടിച്ചത് അതിൻ്റെ ആർക്കിടെക്റ്റായിരുന്നു വിശ്വകർമാവെന്നാണ് നമ്മുടെ പുരാണത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ദേവലോകം, ഇന്ദ്രലോകത്തിൻ്റെ ഒരു സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയൊരു ആർക്കിടെക്റ്റാണ് വിശ്വകർമ്മ. ലോകത്ത് അത്രയും വലിയൊരു ആർക്കിടെക്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ വാക്കുപയോഗിക്കുന്നു, ആർക്കിടെക്റ്റ് എന്നത്. ശാഖാ പ്രസിഡന്റ് PV ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് താര സജീവ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ കൊരട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KA ജോയ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. TP ഹരിദാസ്, അന്നമനട പഞ്ചായത്ത് അംഗങ്ങളായ ഡേവിസ് കുര്യൻ, KA ബൈജു, PN ഹേമലത, TP വിനു എന്നിവർ സംസാരിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചാലക്കുടി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടത്തി. രാവിലെ പതാക ഉയർത്തി. തുടർന്ന് സ്വാമി ശിവധർമാനന്ദ സരസ്വതി, ഗുരുദർശന രഗ്ന എന്നിവർ പ്രഭാഷണം നടത്തി. ഉച്ചതിരിഞ്ഞ് 3 നടന്ന സാംസ്കാരിക സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KV പുഷ്പാങ്കദൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, AV രജു ആചാരി, KA ഉണ്ണികൃഷ്ണൻ, ബിജു കാതിക്കുടം, സൗദാമിനി ആനന്ദൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചൊവ്വന്നൂരിലെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന സനീഷ് കുമാർ ജോസഫ് MLAക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് തോമസ് I കണ്ണത്ത്, ഷാഹുൽ പണിക്കുവീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ഓൺലൈനായി ലോൺ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 55,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. മലപ്പുറം വേങ്ങര കണ്ണാടിപ്പടി അക്ഷയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മലപ്പുറത്തു നിന്ന് അറസ്റ്റ് ചെയ്തത്. 2024 ജൂണിൽ എറിയാട് സ്വദേശിനി ചെമ്മാലിൽ വീട്ടിൽ ശ്രീകുട്ടിയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ചെന്നൈയിലുള്ള ഫിസ് ഗ്ലോബൽ സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് ഓൺലൈൻ ലോൺ നൽകാമെന്ന് വ്യാജ പരസ്യം അയച്ചുകൊടുത്ത് പരാതിക്കാരിയുടെ ആധാറും ഫോട്ടോയും കൈക്കലാക്കിയ ശേഷം ലോൺ അപ്രൂവായി എന്ന് വിശ്വസിപ്പിച്ച് ലോൺ ഗ്യാരണ്ടി തുക എന്ന പേരിൽ പരാതിക്കാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പല തവണകളായി 55,000 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് വാങ്ങിയ ശേഷം ലോൺ ശരിയാക്കി കൊടുക്കുകയോ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്.
മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 7 തീയതി മുതൽ 21 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വിവിധ പരമ്പരകളിലെയും ഇതര ആശ്രമങ്ങളിലെയും ശ്രേഷ്ഠ സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്രയുടെ ഭാഗമായി കൊടകരയിൽ സനാതന ധർമ്മ സദസ്സ് സംഘടിപ്പിച്ചു. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രം കാർത്തിക ഭജന മണ്ഡപത്തിൽ നടത്തിയ സനാതന ധർമ്മ സദസ്സ് മാർഗദർശക മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യനും സംഘാടക സമിതി തൃശൂർ ജില്ലാ രക്ഷാധികാരിയുമായ സ്വാമി ദേവചൈതാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സ്വാമി അയ്യപ്പദാസ്, സ്വാമി നന്ദാത്മജ, സ്വാമി വേദാമൃതപുരി, സ്വാമി ശുദ്ധവിഗ്രഹാനന്ദതി തീർത്ഥപാത്തർ, MV മധുസൂദനൻ, സത്യൻ കുറവത്ത് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ SNDP യോഗം നേതൃയോഗം നടന്നു. യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഡിൽഷൻ കൊട്ടേക്കാട് അധ്യക്ഷത വഹിച്ചു. 21 നടക്കുന്ന 98ാമത് മഹാസമാധി ദിനത്തിൽ കൂടുതൽ ഗുരുഭക്തരെയും മറ്റു ശ്രീനാരായണീയരെയും ശാഖാ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. യൂണിയന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നിവർക്ക് ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ MK തിലകൻ, ദിനിൽ മാധവ്, ബാബുശാന്തി, KP സുരേഷ് കുമാർ, അജേഷ് തൈത്തറ, PN വിജയകുമാർ, അയ്യപ്പൻ തുമ്പരപ്പുള്ളി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി സർവീസ് റോഡിലെ അനധികൃത പാർക്കിംഗ് അപകടക്കെണിയാകുന്നു. മിനി സിവിൽ സ്റ്റേഷൻ മുന്നിലെ സർവീസ് റോഡിലാണ് ടാങ്കർ ലോറികൾ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്നത്. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂരിലെ CI ജംഗ്ഷനിൽ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എലത്തുരുത്തിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പത്തു വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന് രമേശ് ചെന്നിത്തല. തൃശൂരിൽ ലഹരിക്കെതിരെയുള്ള കൂട്ടനടത്തത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.